കാലം. അമീർ തരിച്ചു നിന്നുപോയി. സ്വബോധം വീണ്ടെടുത്തപ്പോൾ പതിയെ അവൻ അവളുടെ നെറുകയിൽ വിരലുകൾ കൊണ്ട് തഴുകി. എന്തുപറ്റി? പിന്നെയും ആ ശബ്ദം അവളുടെ കാതുകളിൽ വന്നലിഞ്ഞു. ചതി പറ്റി, ചതിച്ചു എന്നെ. ഡോക്ടർ പറഞ്ഞ പോലെ എൻ്റെ അച്ഛന് ഒരിക്കലും മാറാൻ പറ്റില്ല. വിഷം തന്നെയാ, കൊടും വിഷം. അവൾ ഏങ്ങലടിച്ച് കരഞ്ഞുപോയി. താൻ ആദ്യം കരച്ചിലൊന്ന് നിർത്തുമോ? എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഒരു പരിഹാരമെങ്കിലും പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ. അവൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. അവൾ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ നിന്നും എഴുന്നേറ്റു. സോറി, ഞാൻ അറിയാതെ പെട്ടെന്നുള്ള സങ്കടത്തിൽ. അമീറിൻ്റെ നെഞ്ചിൽ പതുങ്ങിയാണ് താൻ ഇത്ര നേരം നിന്നത് എന്ന യാഥാർത്ഥ്യം അവളിൽ ജാള്യത നിറച്ചു. അവനൊന്നും മിണ്ടിയതേയില്ല. കല്ലു കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനെ നോക്കി. ഇരു കൈകളും കൂട്ടിക്കെട്ടി അവൻ ഉമ്മറത്തെ ചുമരിനോട് ചേർന്ന് നിന്നു. ഇനി കാര്യം പറ. എന്താണ് തൻ്റെ പുതിയ വിശേഷങ്ങൾ? എല്ലാവരും 100 വട്ടം പറഞ്ഞു തന്നിട്ടും അതൊന്നും കേൾക്കാതെ ഒരു മൂലക്ക് മാറിയിരുന്നു കൊണ്ട് സ്വയം കുഴി തോണ്ടുകയല്ലായിരുന്നോ? അമീറിൻ്റെ സ്വരത്തിൽ അങ്ങേയറ്റം പരിഹാസം. കല്ലുവിൻ്റെ ചുണ്ടുകൾ പരിഭവം കൊണ്ട് കൂർത്തു വന്നു. അവളെ അങ്ങനെ കണ്ടപ്പോൾ അവൻ ആ അവസ്ഥയിലും ചിരി വരുന്നുണ്ടായിരുന്നു. തിരിഞ്ഞു നിന്ന് കണ്ണുകൾ തുറക്കുന്നവളെ തന്നെ നോക്കിക്കൊണ്ട് അവൻ പതിയെ അവൻ്റെ നെഞ്ചിൽ കൈവച്ചു. അവളുടെ കണ്ണുനീരിൻ്റെ ചൂട് ഇപ്പോഴും തൻ്റെ നെഞ്ചിലുണ്ടെന്ന് അവന് തോന്നിപ്പോയി. കാര്യം പറ, നമുക്ക് പരിഹരിച്ചേക്കാം. അവൻ അവളെ നോക്കി പതിയെ പറഞ്ഞു. ഒരു ദീർഘനിശ്വാസത്തോടെ നടന്ന കാര്യങ്ങൾ അത്രയും പറഞ്ഞു കേൾപ്പിച്ചപ്പോഴേക്കും അവൾ പിന്നെയും വിതുമ്പിപ്പോയിരുന്നു. അടുത്തു നിൽക്കുന്നവൻ ഒന്ന് ആശ്വസിപ്പിക്കുക കൂടാതെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. കരച്ചിലൊന്ന് അടങ്ങി കണ്ണുകൾ ഇറുക്കി തുടച്ച് മുഖമുയർത്തി അവനെ നോക്കുമ്പോൾ എന്നെ തന്നെ നോക്കി ആ നിന്ന നിൽപ്പ് നിൽക്കുകയാണ്, ഒരു ഭാവവുമില്ലാതെ. കല്യാണി, ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് താനൊരു ഭൂലോക തോൽവിയാണെന്നാ. ദോഷം പറയരുതല്ലോ, ഇപ്പോൾ എനിക്കത് ഉറപ്പായി. അമീറിൻ്റെ സംസാരം കേൾക്കെ അവൾ തല താഴ്ത്തി നിന്നതേ ഉള്ളൂ. അല്ല പിന്നെ, എത്ര കണ്ടാലും പഠിക്കില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? വാ ഇങ്ങോട്ട്. പിറുപിറുത്തുകൊണ്ട് നടന്നു പോകുന്നതിൻ്റെ പിന്നിലായി അവളും ഉള്ളിലേക്ക് കയറി. എന്തെങ്കിലും ഒരു പരിഹാരം അവൻ്റെ കയ്യിൽ നിന്നും കിട്ടാതിരിക്കില്ല എന്ന് കല്യാണിക്ക് അറിയാമായിരുന്നു. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് ഗേറ്റ് കടന്നു പോകുന്നവളുടെ മുന്നിലേക്ക് അമീർ കാർ ഒതുക്കി. കയറിക്കോ, എനിക്ക് ആ വഴി പോവേണ്ട ഒരു ആവശ്യമുണ്ട്. അമീർ കൈയെത്തിച്ച് ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു. കല്യാണി ഒന്ന് ചുറ്റിലും നോക്കി. ആളുകൾ എന്ത് കരുതും എന്നൊരു ചോദ്യം ഉള്ളിൽ ഉയർന്നു വന്നു. അവൻ പതറി നിൽക്കുന്നവളെ തന്നെ ഉറ്റുനോക്കി. രാവിലെ എന്നെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് കരയുമ്പോൾ തനിക്ക് ഈ പേടിയൊന്നും ഉണ്ടായില്ലേ? അവൻ്റെ തുറന്നടിച്ച ചോദ്യത്തിൽ അവളുടെ മുഖം വിളറിപ്പോയി. അവൻ ചിരി കടിച്ചമർത്തിയിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ കാറിൽ കയറി ഡോർ വലിച്ചടച്ചു. എന്നാലും എൻ്റെ കല്യാണി, ഇന്നേ വരെ ഒരു പെണ്ണും എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നിട്ടില്ല കേട്ടോ. സത്യം പറയാലോ, ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു ആ നിൽപ്പ്. അവൻ ഒരു കണ്ണിറുക്കി അവളെ നോക്കിക്കൊണ്ട് കളി പറയവേ കല്ലു അവനെ കൂർപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് മുഖം വെട്ടിച്ച് കളഞ്ഞു. അവൻ തന്നെ കളിയാക്കാൻ ഓരോന്ന് പറയുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. താൻ ആ നെഞ്ചിലേക്ക് വീണ് കരയുമ്പോൾ അവൻ്റെ ശ്വാസം പോലും അവൻ അടക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവൾ അമീറിനെ തന്നെ നോക്കിയിരുന്നു പോയി. എന്തോ അവൻ്റെ അരികിൽ മാത്രം താൻ പരിഭവം കാണിക്കുന്നു. സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ശീലിച്ച താൻ അവനെ കാണുമ്പോൾ അറിയാതെ വീങ്ങിപ്പൊട്ടുന്നു. അവനോട് മാത്രം തർക്കിക്കുന്നു. അത്രമേൽ എന്നെ ഇരിക്കുന്ന മനുഷ്യൻ സ്വാധീനിച്ചു തുടങ്ങിയിരിക്കുന്നു. താൻ ഇവിടെ നിൽക്ക്, എനിക്കൊരു സാധനം മേടിക്കാനുണ്ട്. ഒരു കടയുടെ അരികിൽ വണ്ടി ഒതുക്കിക്കൊണ്ട് അവൻ പുറത്തിറങ്ങി. അവൾ ചെറുതായി ഒന്ന് തലയാട്ടി. വെറുതെ അങ്ങനെ അമീർ പോയ വഴിയെ നോക്കിയിരിക്കുകയാണ് കല്യാണി എന്നൊരു വിളി കേൾക്കുന്നത്. അരികിലേക്ക് തിടുക്കപ്പെട്ട് റോഡ് ക്രോസ് ചെയ്ത് ഓടി വരുന്നവനെ അവൾ നോക്കിയിരുന്നു പോയി. രാഹുലേട്ടൻ. ഉള്ളിൽ നിന്നും ഒരു തരിപ്പ് മേലൊട്ടാകെ വ്യാപിച്ചു തുടങ്ങി. കല്ലു യാന്ത്രികമായി കാർ തുറന്നുകൊണ്ട് പുറത്തേക്കിറങ്ങി. മുന്നിൽ വന്ന് നിൽക്കുന്നവൻ ഒരു നേർത്ത ചിരിയോടെ മുന്നിൽ നിന്ന് കിതക്കുന്നുണ്ട്. കാണാൻ കൊതിച്ച എന്തോ കണ്ടുകിട്ടിയ സന്തോഷം അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. താൻ എന്താ ഇവിടെ? രാഹുൽ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാ, അവൾ പതർച്ചയോടെ പറഞ്ഞു. അവൻ്റെ ഓരോ നോട്ടത്തിലും വാക്കിലും അവൾ പൂത്തുലയുന്നുണ്ടായിരുന്നു. ഉള്ളിൽ ഇതുവരെ അറിയാത്ത ഒരു അനുഭൂതി ആളിങ്ങനെ തൊട്ടരികിൽ നിൽക്കുമ്പോൾ. ഒരു നിമിഷം ഞങ്ങൾക്ക് അരികിലേക്ക് നടന്നു വരുന്ന അമീറിൽ കണ്ണുകൾ ഉടക്കി. അമീർ നെറ്റി ചൊളിച്ചുകൊണ്ട് രാഹുലിനെ ഒന്ന് നോക്കിക്കൊണ്ട് കല്ലുവിൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നു. ഞാൻ പറയാറില്ലേ ആനിയമ്മ അവർക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അമീർ ചോദിക്കുന്നതിന് മുന്നേ തന്നെ കല്ലു രാഹുലിനെ അവന് നേരെ പരിചയപ്പെടുത്തി കൊടുത്തു. അമീർ ഒന്ന് ചിരിച്ചുകൊണ്ട് കൈനീട്ടി. അമീർ അവൻ സ്വയം പരിചയപ്പെടുത്തി. രാഹുൽ ഒന്ന് ചിരിച്ചുകൊണ്ട് അമീറിൻ്റെ കയ്യിൽ പിടിച്ചു. രാഹുൽ ഇവിടെ ഒരു കോളേജിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുക. അറക്കലിലെ സാറാണ്. കല്ലു രാഹുലിനോടായി പറഞ്ഞു. രാഹുൽ മറുപടിയായി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. എങ്കിലും താൻ എന്തിനാടോ ഒന്നും മിണ്ടാതെ ഫോൺ വെച്ച് പോയത്?
എനിക്കന്ന് കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല. ഞാൻ അല്ലു പറഞ്ഞിട്ട് കോളേജിലെ അഡ്മിഷൻ്റെ കാര്യം ഒന്ന് നേരിട്ട് സംസാരിച്ചേക്കാം എന്ന് കരുതി വിളിച്ചതാടോ. രാഹുൽ അല്പം പരിഭവത്തോടെ പറഞ്ഞു. അത് വീട്ടിൽ അല്പം റേഞ്ച് കുറവാണ്, ചിലപ്പോൾ തനിയെ കട്ടായതാവും. കല്ലു പെട്ടെന്ന് വന്നൊരു കള്ളം പറഞ്ഞൊപ്പിച്ചു. ആണോ? ഞാൻ വല്ലാതെ ആയിപ്പോയി. തനിക്ക് ഞാൻ വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു തോന്നൽ. പിന്നെ അല്ലുവിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവളും പറഞ്ഞു റേഞ്ച് ഇല്ലാഞ്ഞിട്ടാവുമെന്ന്. രാഹുൽ പതിയെ ചിരിച്ചു. കല്ലു ഒന്ന് വിളറി. എങ്കിൽ ശരി, പിന്നെ കാണാം. രാഹുൽ ഇരുവരെയും ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു. അവൻ പോകുന്നത് നോക്കി അമീർ അങ്ങനെ നിന്നു. അവൻ്റെ ഉള്ളിൽ നൂറ് ചിന്തകൾ മാറി മറിഞ്ഞു. എന്തു പറ്റി സാർ, എന്തായി നോക്കുന്നേ? കല്ലു പതിയെ അമീറിനെ തട്ടി വിളിച്ചു. ഏയ് ഒന്നുമില്ല. അവൻ കണ്ണൊന്ന് ചിമ്മി കാണിച്ചു. എനിക്ക് ഇവിടെ നിന്നും ബസ് കിട്ടും. ഞാൻ എന്നാ പോയിക്കോട്ടെ സാർ? കല്ലു പതിയെ ചോദിച്ചു. അപ്പം നമുക്ക് കാണണ്ടേ? ആരെ? കല്ലു സംശയിച്ചു. പ്രഭാകരനെ. അമീർ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കല്ലുവിൻ്റെ മിഴികൾ വിടർന്നുപോയി. പ്രഭാകരനെയോ? കല്ലു ആകാംക്ഷയോടെ ചോദിച്ചു. അതെ. അവൻ ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്തിന്? നിന്റെയും അയാളുടെയും വിവാഹത്തിന് മുഹൂർത്തം കുറിക്കാൻ. അമീർ ചിരി കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. കല്ലുവിൻ്റെ മുഖം ഇപ്പം പൊട്ടും എന്ന പോലെ വീർത്തു വന്നു. ഡോക്ടർ അതിന് ജ്യോത്സ്യവും പഠിച്ചിട്ടുണ്ടോ? അവൾ പുരികം ഉയർത്തി മറുചോദ്യം ചോദിച്ചു. ഇതൊക്കെ എന്തത്രമാത്രം പഠിക്കാനുള്ളത്? തൻ്റെ ഭാവി വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ സെക്കൻഡ് പ്രവചിക്കും. കാണണോ? കേൾക്കട്ടെ എങ്കിൽ, അവൾ പ്രോത്സാഹിപ്പിച്ചു. അമീർ ഒന്ന് ചിരിച്ചുകൊണ്ട് അവളെ ഒന്ന് അടിമുടി നോക്കി. പതിയെ അവൻ അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നു. പറഞ്ഞോട്ടെ? അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് മൂളി. വരാനൊരു വസന്തകാലമുണ്ട് കല്യാണി നിനക്ക്. ചുറ്റും നിൽക്കുന്നവരാൽ സ്നേഹിക്കപ്പെട്ട് സന്തോഷം മാത്രം നിറച്ച് ദുഃഖത്തിൻ്റെ കണിക പോലും ഇല്ലാതെ ഒരു വസന്തകാലം. നീ അത് മുന്നിൽ കാണുന്നില്ലേ? നിന്റെ സ്വപ്നങ്ങളിൽ ദിവസവും അത് വന്നു പോവാറില്ലേ? അവളുടെ കണ്ണുകളിൽ ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ആർദ്രമായി പറഞ്ഞു. അവൻ അന്നേരം പിടഞ്ഞുയരുന്ന അവളുടെ കണ്ണുകളിൽ മൃദുവായി ചുംബിക്കാൻ തോന്നിപ്പോയി. കല്യാണിയെ പതിഞ്ഞ വാക്കുകളുടെ മാന്ത്രിക വലയത്തിൽ കുടുങ്ങിപ്പോയിരുന്നു. അല്ലെങ്കിലും അവൻ്റെ വാക്കുകൾ തുറന്നു വെക്കുന്ന ഒരു ലോകമുണ്ട്. ഇന്ന് വരെ ആരുടെ വാക്കിലും തനിക്ക് കാണാൻ കഴിയാത്ത പ്രതീക്ഷയുടെ ലോകം. ഇന്ന് വരും ആ വസന്തകാലം. അവൾ ഒട്ടും അവൻ്റെ മിഴികളിൽ നിന്ന് നോട്ടം മാറ്റാതെ തന്നെ ചോദിച്ചു. താമസിയാതെ തന്നെ. ഒരുവൻ നിനക്ക് വേണ്ടി പൂക്കൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്വപ്നങ്ങൾ തുന്നിച്ചേർത്ത് കാത്തിരിപ്പുന്നുണ്ട്. വസന്തകാലത്തിൻ്റെ ആരംഭത്തിൽ അവൻ അത് ചില്ലകളിൽ കോർക്കും. നിന്റെ വഴിയിലെ മുള്ളുകൾ അത്രയും ചില്ലകളിലെ പൂക്കൾ പൊഴിഞ്ഞു വീണു മൂടപ്പെടും. സ്വപ്നങ്ങൾ മുന്നിൽ നിരത്തും. അതെല്ലാം ഒന്ന് തൊട്ടാൽ കൂടെ വരുന്ന തരത്തിൽ നിന്റെ വിരൽത്തുമ്പിൽ അവനൊരു മാന്ത്രിക ശക്തി നൽകും. അന്ന് നിന്റെ കണ്ണുനീർ തണുത്തുടയും. പിന്നെ നിന്റെ കണ്ണ് നിറയുമ്പോൾ മുത്തുകൾ പൊഴിയും. ആനന്ദത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു പവിഴമുത്തുകൾ. അമീറിൻ്റെ ശബ്ദം നേർത്തു വന്നു. കൗതുകത്തോടെ കുഞ്ഞുങ്ങളെപ്പോലെ ഒരു മുത്തശ്ശി കഥ കേൾക്കുന്ന ആകാംക്ഷയിൽ തന്നെ കേൾക്കുന്നവളെ ഇറുകെ പുണരാൻ അവന് തോന്നിപ്പോയി. ഞാനാണ് ആ ഒരുവൻ എന്ന് പറയാൻ തോന്നി. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കൊടുംവേനലിലാണെന്ന് പറയാൻ തോന്നി. എൻ്റേതാണെന്ന് നീ സ്വയം തിരിച്ചറിയുന്ന കാലം അത്രയും ഞാൻ പ്രതീക്ഷയോടെ ആ കൊടുംവേനലിൽ വെള്ളവും വെളിച്ചവും ഇല്ലാതെ നിനക്ക് വേണ്ട വസന്തകാലം നെയ്ത് കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ തോന്നി. ഏയ് പോവണ്ടേ? അവൻ തന്നെ ഉറ്റുനോക്കുന്നവളുടെ മിഴികൾക്ക് നേരെ വിരലിനൊടിച്ചുകൊണ്ട് ചോദിച്ചു. അവളൊന്ന് ഞെട്ടിമാറി. പിന്നെ പതിയെ വേണം എന്ന് തലയാട്ടി. അവിടെ പോയിട്ട് അയാളോട് എന്തു പറയും? കല്യാണി അമീറിനോട് ചോദിച്ചു. കല്യാണിയുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്ന് പറഞ്ഞു. അവൻ ലാഘവത്തോടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അയാൾ ഒഴിഞ്ഞു പോകുമോ? ആർക്കറിയാം? അമീർ കൈമലർത്തി. കല്ലു ടെൻഷനോടെ കൈവിരലുകൾ പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. എങ്കിൽ പിന്നെ 2 കൊടുത്തിട്ട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാലോ? അമീർ പുറത്തേക്ക് നോക്കിയിരിക്കുന്നവളെ ഒന്ന് തോണ്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യോ, തല്ലാനോ? കല്ലുവിന് കൂടുതൽ പരിഭ്രാന്തിയായി. വേണമെങ്കിൽ വേണ്ട, അമീർ ചുമല് വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. കല്യാണി ഒന്നും മിണ്ടിയതേയില്ല. അല്ല കല്യാണി, എനിക്കൊരു സംശയം. എന്താ സാർ? ഞാൻ തൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ താൻ അയാളോട് എന്തു പറയും? അമീർ ഏറുകണ്ണിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ സാറാണെന്ന് പറയും. കല്ലു നിഷ്കളങ്കമായി പറഞ്ഞു. നാശിപ്പിച്ചു. വേറെ എന്തോ അവളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ച അവൻ അവളുടെ സംസാരം കേട്ട് പല്ല് കടിച്ചു. എടോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും വില കാണുമോ? താൻ ആരാ കല്യാണിയുടെ കാര്യത്തിൽ ഇടപെടാനെന്ന് മറുചോദ്യം ചോദിക്കും. പിന്നെ എന്തു പറയും? അവൾ അമീറിനെ തന്നെ ഉറ്റുനോക്കി. താനും ഞാനും കൂടെ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞേക്ക്. ഉടനെ ഏതെങ്കിലും രജിസ്റ്റർഡ് ഓഫീസിൽ വെച്ച് വിവാഹം കഴിക്കാൻ ഇരിക്കുകയാണെന്നും പറഞ്ഞേക്ക്. അമീർ ചിരി കടിച്ചു പിടിച്ച് ഒരു കുസൃതി നോട്ടം കണ്ണു മിഴിച്ചിരിക്കുന്നവൾക്ക് നേരെ തൊടുത്തുവിട്ടു. അവൾ ഒരു നിമിഷത്തെ ഒരു മൗനത്തിന് ശേഷം വെട്ടിത്തിരിഞ്ഞിരുന്നു. ഏയ്, എന്താടോ മിണ്ടാട്ടം നിന്നേ? അയാൾ വിശ്വസിച്ചത് തന്നെ, അവൾ പിറുപിറുത്തു. അമീറിൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. എന്താ? അവൻ കല്യാണി പറഞ്ഞത് വ്യക്തമാവാത്ത പോലെ അവളെ നോക്കി. ഞാനും സാറും ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ചയുള്ള ഒരാളും വിശ്വസിക്കില്ല എന്ന് അവൾ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. കാരണം? അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി.
വിശ്വസിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ ഡോക്ടറെ? വിശ്വസിക്കാതിരിക്കാൻ 100 കാരണങ്ങളുണ്ട്. ഒന്നാമത് സാർ ഒരു ഡോക്ടർ, ഞാൻ ആ വീട്ടിലെ ജോലിക്കാരി, പിന്നെ സാർ വലിയ കോടീശ്വരൻ. എന്നോടിപ്പോൾ ചോദിച്ചാൽ ഒരു 1000 രൂപ തികച്ച എൻ്റെ കയ്യിൽ എടുക്കാനുണ്ടാവില്ല. ഇനി അതൊക്കെ പോട്ടെ, കാണുന്നവർ കണ്ണുപൊട്ടന്മാരായിരിക്കണം നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ. രാവും പകലും പോലെ ഇല്ലേ നമ്മളെ അടുത്ത് കാണുമ്പോൾ? അത് പറയുമ്പോൾ അവളുടെ നോട്ടം സ്റ്റിയറിങ്ങിൽ മുറുകുന്ന അവൻ്റെ വെളുത്ത കൈത്തണ്ടയിലായിരുന്നു. അത് അമീർ ശ്രദ്ധിക്കുകയും ചെയ്തു. നോക്കുന്നവൻ്റെ കണ്ണിലല്ലേ കല്യാണി സൗന്ദര്യം ഇരിക്കുന്നത്. ആണോ? കല്ലു ചിരി ഒളിപ്പിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി. അതേലോ. എങ്കിൽ ഞാൻ ഒരു സത്യം പറയട്ടെ? അമീർ കല്ലുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരി നീയാണ് കല്യാണി. അവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ആ ഒരു വാക്ക് ചിതറി വീണ് അവൻ പോലും അറിയാതെ. കല്ലു അവനെ ഇതുവരെ കാണാത്ത പോലെ ഉറ്റുനോക്കി. കല്ലു പതിയെ ചിരിച്ചതേ ഉള്ളൂ. അവൾക്ക് അവൻ തന്നെ കളിയാക്കിയതുപോലെയാണ് തോന്നിയത്. നിന്നോളം ഹൃദയശുദ്ധിയുള്ള മറ്റൊരുവളെയും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല എന്ന് അപ്പോഴും അവൻ്റെ ഹൃദയം മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഇതാണ് വീട്. അവൾ അത്യാവശ്യം വലിയൊരു 2 നില വീട്ടിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. പഴയൊരു തറവാട് വീട് പുതുക്കി പണിത പോലെ അത്യാവശ്യം തലയെടുപ്പുള്ള ഒരു വീട്. ഗേറ്റിലെ ബോർഡിലേക്ക് അമീറിൻ്റെ കണ്ണുകൾ നീണ്ടു. സ്വർഗം, പക്ഷേ ഉള്ളിൽ താമസിക്കുന്നവൻ പിശാച്. കൊള്ളാം, അമീർ മനസ്സിൽ പറഞ്ഞു. താൻ വാ, ഇറങ്ങ്. അവൻ കല്ലുവിനെ നോക്കി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഭയം തോന്നുന്നു. അയാൾ സാർ പറയുന്ന പോലെ ഒന്നും ഒഴിഞ്ഞു പോകത്തില്ല. ഷാളിൻ്റെ തലയാൽ മുഖത്തെ വിയർപ്പൊപ്പിക്കൊണ്ട് അവൾ പറഞ്ഞു. ഒഴിപ്പിക്കാൻ എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, 2 കൊടുത്തിട്ടായാലും നമുക്ക് ഒഴിപ്പിച്ചെടുക്കാം. കല്ലു പതിയെ അമീറിനെ തന്നെ നോക്കിക്കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി. ഗേറ്റ് തുറന്ന് അമീർ അകത്ത് കടക്കവേ അവൻ്റെ നിഴൽ പറ്റി അവളും പിന്നാലെ ഉണ്ടായിരുന്നു. വീടിൻ്റെ ഉമ്മറത്ത് നിറയെ തേങ്ങ കൂട്ടിയിട്ടുണ്ട്. അത് പൊളിക്കാനും കൂട്ടാനുമൊക്കെയായി കുറച്ച് പണിക്കാർ നിൽപ്പുണ്ട്. അവരോടൊപ്പം കണക്ക് എഴുതിയെടുത്ത് മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഒരുത്തൻ ചുറ്റിത്തിരിഞ്ഞ് നടപ്പുണ്ട്. അതാണോ പ്രഭാകരൻ? അമീർ അയാളെ നോക്കി പതിയെ പിന്നിലേക്ക് ചാഞ്ഞ് നിന്നുകൊണ്ട് ചോദിച്ചു. അല്ല, അത് അയാളുടെ കാര്യസ്ഥനാണ്, രഘു. അയാളെ എപ്പോഴും ഈ പ്രതാപൻ്റെ കൂടെ കാണാറുണ്ട്. കല്ലു പതിയെ ശബ്ദം അടക്കി പറഞ്ഞു. അമീർ ഒന്ന് കനത്തിൽ മൂളിക്കൊണ്ട് മുന്നോട്ട് തന്നെ നടന്നു. രഘു പണിക്കാർക്ക് എന്തോ നിർദ്ദേശം കൊടുത്ത് തിരിഞ്ഞ് നടക്കാൻ നേരമാണ് പെട്ടെന്ന് അമീറിനെ കാണുന്നത്. അയാൾ നെറ്റി ചൊളിച്ചുകൊണ്ട് അമീറിനെ ഒന്ന് നോക്കി. പെട്ടെന്നാണ് അയാൾ അവന് പിന്നിലായി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഒതുങ്ങിപ്പിടിച്ച് വരുന്നവളെ കണ്ടത്. അയാളുടെ കണ്ണൊന്ന് കുറുകി. ശ്രദ്ധിക്കുകയും ചെയ്തു. ഞൊടിയിടയിൽ അയാൾ ഒരു ചിരി മുഖത്തണിഞ്ഞു. അല്ല, ആരിത്? ഇവിടുത്തെ ഭാവി കൊച്ചമ്മയല്ലേ? അയാൾ അവർക്ക് നേരെ നടന്നെടുത്തു. അയാളുടെ പറച്ചിലിൽ കേട്ട് പണിക്കാരിൽ ചിലർ എത്തിവെളിഞ്ഞ് തന്നെ നോക്കുന്നുണ്ടെന്ന് തോന്നവേ കല്ലുവിന് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നിപ്പോയി. അമീർ പതിയെ ചുറ്റും നോക്കി. പ്രതാപൻ സാറില്ലേ ഇവിടെ? അവൻ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. മുതലാളി അല്പം തിരക്കില്ല, ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഉള്ളിലോട്ട് കയറിയിരിക്ക്. ഞാൻ 2 കരിക്ക് വെട്ടിത്തരാം. അത് കുടിച്ച് തീരുമ്പോഴേക്കും മുതലാളി വരും. അയാൾ ഉള്ളിലെ 2 കസേരയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങളെ ഇരുത്തിയിട്ട് അയാൾ തിടുക്കത്തിൽ പിന്തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങവേ ഒന്നുകൂടെ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. അല്ല മോളെ, ഇതാരാ? അയാൾ അമീറിനെ തന്നെ ചൊഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. കല്യാണിയുടെ സുഹൃത്താണ്. അമീർ പെട്ടെന്ന് മറുപടി പറഞ്ഞു. അയാളൊന്ന് അമർത്തി മൂളിക്കൊണ്ട് ഒരിക്കൽ കൂടെ അവരോട് ഇരിക്കാൻ പറഞ്ഞു. വീടിൻ്റെ പിറകുവശത്തേക്ക് പോയി. അല്പസമയത്തിന് ശേഷം 2 ഗ്ലാസ് കരിക്ക് വെള്ളവുമായി വന്നു. അയാൾ കല്ലുവിന് നേരെ ട്രേ നീട്ടിയപ്പോൾ അവൾ സംശയഭാവത്തോടെ അമീറിനെ ഒന്ന് നോക്കി. അവൻ എടുത്തോളാൻ കണ്ണു കാണിച്ചു. അവൾ അതിൽ നിന്നും ഒരു ഗ്ലാസ് കയ്യിലെടുത്തു. അമീർ ഒരു ഗ്ലാസ് എടുത്തു. പ്രതാപൻ സാർ ഉള്ളിലില്ലേ? അമീർ ഒരു ഇറക്ക് വെള്ളം കുടിച്ചതിന് ശേഷം ചോദിച്ചു. ആ ഉണ്ട്, അകത്തൊരു പൂജ നടക്കുക, ഇപ്പോൾ കഴിയും, രഘു മറുപടി പറഞ്ഞു. പൂജയോ? അമീർ നെറ്റി ചുളിച്ചു. സ്വാമി ദയാനന്ദ എന്ന് കേട്ടിട്ടില്ലേ? അയാളുടെ മുഖം ഒരു നിമിഷം കൊണ്ട് ഭക്തിയാൽ നിറഞ്ഞു. ഇല്ല, ആരാ അദ്ദേഹം? അമീർ തുറന്നു ചോദിച്ചു. വലിയ ജ്ഞാനിയാണ്. ഇവിടെ മുതലാളി ഒന്ന് തുമ്മുന്നത് പോലും സ്വാമിയോട് ചോദിച്ചിട്ടാ. സ്വാമി പറഞ്ഞപടി 15 ദിവസം പൂജയുണ്ട്. 16-ാം നാളല്ലേ വിവാഹം വെച്ചിരിക്കുന്നത്. ഏത് വിവാഹം? അമീർ നെറ്റി ചുളിച്ച്. അത് നല്ല കാര്യം. മുതലാളി ഈ കുട്ടിയും കൂടെയുള്ള വിവാഹം, അയാൾ ആകാംക്ഷയോടെ പറഞ്ഞു. ഓ ഓ ഓ ഓ അങ്ങനെ. അമീർ താല്പര്യമില്ലാത്ത പോലെ ഒന്ന് മൂളി. നിങ്ങൾക്ക് ഇതിലൊന്നും വലിയ വിശ്വാസം ഇല്ലല്ലേ? രഘു സംശയത്തോടെ ഭാവത്തോടെ അമീറിനെ നോക്കി. ദൈവത്തിൽ വിശ്വാസമുണ്ട്, ആൾ ദൈവത്തിലില്ല. അമീർ പതിയൊന്ന് ചിരിച്ചു. രഘുവിൻ്റെ നെറ്റിയൊന്ന് ചൊളിഞ്ഞു. ഇദ്ദേഹം എല്ലാവരുടെയും പോലെയല്ല. ഇപ്പോൾ തന്നെ മുതലാളിയുടെ കല്യാണക്കാര്യം കണ്ടില്ലേ? ഇനി അതൊന്ന് നടന്നാൽ മുതലാളിക്ക് വെച്ചടി കയറ്റമാണെന്ന സ്വാമി പറഞ്ഞു. എന്തോ ഒന്ന് പറയാൻ വന്നത് രഘു പകുതി വഴിയിൽ നിർത്തി. അമീർ സൂക്ഷ്മമായി അയാളെ തന്നെ നോക്കി. പൊടുന്നനെ ആ വീടിൻ്റെ ഉമ്മറത്തെ വാതിൽ തുറക്കപ്പെട്ടു.
ഉള്ളിൽ നിന്നും 6 അടി പൊക്കമുള്ള വെളുത്ത മുണ്ടും ഷർട്ടും ധരിച്ച ഒരാൾ പുറത്തേക്ക് ഇറങ്ങി. ദാ മുതലാളി എത്തിയല്ലോ, രഘു കല്ലുവിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. കല്ലു മിനീർ വിഴുങ്ങിക്കൊണ്ട് അമീറിനോട് ഒന്നുകൂടെ ചേർന്നിരുന്നു. ഗൗരവം പൂണ്ട ആ മുഖം രഘുവിൻ്റെ വാക്ക് കേൾക്കെ കല്യാണിയെ നോക്കിയ മാത്രയിൽ ശൃംഗാരം കൊണ്ട് മൂടി. അത് കാണെ കല്ലുവിന് അറപ്പ് തോന്നി. അമീറിന് അയാൾക്കിട്ട് 2 കൊടുക്കാൻ കയ്യും ധരിച്ചു. ഇതൊരു കൊല്ലുപെണ്ണോ? വിവാഹത്തിന് മുന്നേ വീടും പരിസരവും ഒക്കെ കാണാൻ വന്നതാണോ, അതോ എന്നെ കാണാനോ? അയാൾ വിരൽ കടിച്ചുകൊണ്ട് ചോദിക്കവേ കല്ലു മുഖം വെട്ടിച്ചു മാറ്റി. സാർ, ഞങ്ങൾ ഈ വിവാഹത്തിൽ നിന്നും താങ്കൾ പിന്മാറണം എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അമീർ കസേരയിൽ നിന്നും എഴുന്നേറ്റു. ഞൊടിയിടയിൽ അയാളുടെ മുഖത്ത് ഒരു ക്രൂരഭാവം വിരിഞ്ഞു വന്നു. നീ ആരാ കൊച്ചനെ? അതിന് അയാളിൽ തികഞ്ഞ പുച്ഛം. ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഈ വിവാഹം നടക്കത്തില്ല. അമീർ നെറ്റിയൊന്ന് തടവിക്കൊണ്ട് അയാളെ നോക്കി. അങ്ങനെ പറഞ്ഞ എങ്ങനാ? എനിക്ക് ഈ കളി ഒരുപാട് മുതൽ മുടക്കുള്ളതാ. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണാണേ. അയാൾ ഒന്ന് ചിരിച്ചു. എത്ര പണം? അമീർ പൊടുന്നനെ അടുത്ത ചോദ്യം തൊടുത്തുവിട്ടു. 15 ലക്ഷം രൂപ. അയാൾ വീറോടെ പറഞ്ഞു. ഞാനത് തിരികെ തന്നാൽ? അമീർ ചോദ്യം പകുതിക്ക് വെച്ച് നിർത്തിക്കൊണ്ട് അയാളെ നോക്കി. അയാളൊന്ന് പതറിയത് അവൻ വ്യക്തമായി കണ്ടു. യഥാർത്ഥത്തിൽ നിങ്ങൾ കല്യാണിയുടെ അച്ഛന് പണം കൈമാറിയിട്ടില്ലേ? അല്ല, കൈമാറിയിട്ടില്ല എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഇന്ന് ഇവളെ ജോലിക്ക് വിടില്ലായിരുന്നു അവർ. വീട്ടുതടങ്കലിൽ വെച്ചേനെ. ഇതിപ്പോൾ കല്യാണം വരെ ഇവരുടെ വരുമാനം വേണമല്ലോ കുടുംബം നിലനിർത്താൻ. അമീർ ഒന്ന് ചിരിച്ചു. കല്ലു സൂക്ഷിച്ച് അവനെ ഒന്ന് നോക്കി. ഓരോ ആളുകളുടെയും ഞൊടിയിടയിൽ മനസ്സിലാക്കാൻ അവന് ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് അവൾക്ക് തോന്നി. അതില്ല, വാക്കാൽ ഉറപ്പിച്ചിട്ടുള്ളൂ. വിവാഹം കഴിയുന്നെന്ന് കൊടുക്കും, പ്രതാപൻ അല്പം പതർച്ചയോടെ പറഞ്ഞു. അത് കേൾക്കെ കല്ലുവിൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണു. അപ്പോൾ പ്രതാപൻ സാർ ആ പണം വല്ല കച്ചവടത്തിലേക്ക് ഇറക്കാൻ നോക്ക്. ഈ വിവാഹം എന്തായാലും നടക്കാൻ പോകുന്നില്ല. അമീർ ഒന്ന് ചിരിച്ചു. എടാ കൊച്ചനെ, നീ ലോകം കണ്ട് കൊതി തീർന്നിട്ടില്ലല്ലോ. അതിൻ്റെ മുന്നേ പ്രാണൻ പോവുക എന്നൊക്കെ വെച്ചാൽ വലിയ രസമില്ലാത്ത ഏർപ്പാടാണെന്നേ. പ്രതാപൻ ക്രൂരമായി ഒന്ന് ചിരിച്ചു. പ്രതാപൻ്റെ ഉള്ളിൽ നിന്നും ഒരു രക്തദാഹി ഉണർന്നു വരുന്നത് അമീർ അകക്കണ്ണിൽ കാണുന്നുണ്ടായിരുന്നു. അല്ല, ഇതൊക്കെ പറയാനും ഇതിലിടപെടാനും നീ ആരാ? പ്രതാപൻ അമീറിനെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ സാർ വഴിയെ മനസ്സിലാക്കും. അമീർ അതേ ചിരി തന്നെ, നേരത്തെ കണ്ട അതേ ചിരി, ഒരു തരി പോലും ആയാതെ. ഭീഷണികളിലൊന്നും ഉലയുന്നവനല്ല മുന്നിൽ നിൽക്കുന്നത് എന്ന് പ്രതാപൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കി. ആ കണ്ണുകളിൽ ഒരു തീയുണ്ട്. ഞങ്ങൾ ഇവിടെ വരെ വന്നിട്ട് ഒന്ന് വിവരം പറഞ്ഞേക്കാമെന്ന് കരുതി. മുഹൂർത്തത്തിന് താലി കെട്ടാൻ പെണ്ണില്ലാതെ സാർ സങ്കടപ്പെടേണ്ടി വരും. അമീർ ഒരു പരിഹാസത്തോടെ പറഞ്ഞു. നിന്നേക്ക് ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടിട്ടുണ്ട് ഞാൻ. നീയൊക്കെ ജനിക്കുന്നതിന് മുന്നേ വെട്ടും കുത്തും വെട്ടിപ്പിടിക്കലുമായി തുടങ്ങിയതാ ഞാൻ. എന്നെ നീ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കാതെടാ. അയാൾ അമീറിന് നേരെ ചീറി. സാർ, പ്രഷർ കൂട്ടാതെ. കല്യാണി പേടിക്കും കേട്ടോ. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഒന്നുകൂടെ കാണാം. അന്ന് സാറായിട്ട് തന്നെ ഒഴിഞ്ഞു പോയിക്കോളാം എന്ന് പറയും ഞാൻ, നിർബന്ധിക്കാതെ തന്നെ. പ്രതാപൻ ദേഷ്യം കൊണ്ട് വിറച്ചു. കല്ലു ഒരക്ഷരം മിണ്ടാതെ അമീറിൻ്റെ പുറകിലേക്ക് ഒതുങ്ങി നിന്നു. എന്നാൽ പിന്നെ ഇപ്പം ഞങ്ങൾ ഇറങ്ങുക. സാർ, ഈ വിവാഹം നടത്താൻ പറ്റുമെങ്കിൽ അങ്ങ് നടത്ത്. അമീർ പ്രതാപനെ ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് പതിയെ മുന്നോട്ട് നടന്നു. അവൻ്റെ വലത്തെ കൈ കല്ലുവിൻ്റെ കൈത്തണ്ടയിൽ മുറുകിയിരുന്നു. പടി കടന്നു പോകുന്നവനെ പ്രതാപൻ പകയോടെ നോക്കി. ഈ മുറ്റത്ത് വന്ന് ആരും തന്നെ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ടില്ല. ഇതിന് അവനെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും. അയാൾ പലതും കൂട്ടിയും കഴിച്ചും കൊണ്ടിരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ പെർഫോമൻസ്? കൊള്ളാമായിരുന്നോ? പ്രതാപൻ വിരണ്ടത് കണ്ടില്ലേ? അമീർ ചുമലൊന്നുയർത്തിക്കൊണ്ട് കല്ലുവിനെ നോക്കി. പിന്നെ ഗംഭീരമല്ലായിരുന്നോ? അങ്ങനെ വെറുതെ വിട്ടതുകൊണ്ട്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ അവിടെ പിടിച്ച് കെട്ടിയിട്ടേനെ. അവിടുത്തെ ഗുണ്ടകളെ തന്നെ കണ്ടില്ലേ? അവരുടെ ഒരു കൈക്കില്ല നമ്മൾ. കല്ലു തറപ്പിച്ച് അവനൊന്ന് നോക്കി. ഓ, ഭാവി വരനെ പറ്റി പറഞ്ഞത് പിടിച്ചില്ലല്ലേ? അമീർ ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു. കല്ലു അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അവൻ ചിരി അടക്കി. ഇതിപ്പോൾ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എരുതിയിൽ എണ്ണ ഒഴിച്ച പോലെയായി. കല്ലുവിനാകെ വെപ്രാളമായി. എനിക്കൊരു തരി ജീവൻ ബാക്കിയുണ്ടായി. ഇത് നടക്കില്ലടോ. നടത്തിക്കില്ല. അടക്കല അമീർ. അവളെ തന്നെ ഉറ്റുനോക്കി പറയുന്നവൻ്റെ മിഴികളിൽ ഒരു വട്ടം കൂടെ അവൾ കുരുക്കപ്പെട്ടു. ഒരിക്കൽ കൂടെ തലച്ചോർ ചികഞ്ഞു. ആരാണ് മുന്നിലിരിക്കുന്നവൻ തനിക്കെന്ന് പൊടുന്നനെ ഹൃദയം മറുപടി കൊടുത്തു. രക്ഷകൻ. തുടരും. സൂര്യകാന്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.